ഹലോ, ഇന്ന് നമ്മൾ ബ്രെഡും മുട്ടയും വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈസിയാണ് ചെയ്യാനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 6 പീസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്, ബ്രെഡ് ക്രംസ് ആക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ സൈഡ് ഒന്നും കട്ട് ചെയ്യുന്നില്ല കേട്ടോ. സൈഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഇത് ചുമ്മാ അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാം കൂടി മുഴുവനായിട്ട് ഒരുമിച്ച് ചേർക്കുന്നില്ല. ഒരു 3 ബ്രെഡ് അല്ലെങ്കിൽ ഒരു 4 ബ്രെഡ് ആദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. എന്നാലേ നന്നായിട്ട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ വേഗം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ടാവണം. ഒരുപാട് വലിയ വലിയ തരികൾ ഉണ്ടാവരുത്. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യാനൊക്കെ പൊടിച്ചെടുക്കില്ലേ ബ്രെഡ്, അതേപോലെ തന്നെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ബാച്ചും കൂടി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നിങ്ങളുടെ മിക്സി വലിയ മിക്സി ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് പൊടിച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതിലേക്കിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ശരിക്കും ഒരു കാണാനൊരു കേക്ക് മാതിരി ഉണ്ടാവും, പക്ഷേ കേക്കിൻ്റെ ടേസ്റ്റ് അല്ല. ഒരു പോള ഉണ്ടല്ലോ, നമ്മുടെ മുട്ടപ്പോള, അതൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അടുത്തതും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ നമുക്ക് മുട്ടയൊന്ന് അടിച്ചെടുക്കണം. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സെയിം മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 എണ്ണം തന്നെ വേണം നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 മുട്ട എടുത്തിട്ട് ബാക്കി പാല് വേണമെങ്കിൽ എടുക്കാം. പാലാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ അടിച്ചെടുക്കരുത്. 3 മുട്ട മാത്രം ചേർത്ത് അടിച്ചെടുത്താൽ മതി. പാല് ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ലൂസാക്കാൻ വേണ്ടി ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 4 മുട്ടൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 3 ഏലക്കയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഏലക്ക ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസും ചേർക്കാം. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ 4 മുട്ട കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. നിങ്ങൾ അഥവാ 3 മുട്ട എടുക്കുന്നുള്ളൂ എങ്കിൽ വേണമെങ്കിൽ ഒരു 2-3 സ്പൂണ് പാല് ചേർത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് ടൈറ്റ് ആവരുത്, ഇതുപോലെ ഇരിക്കണം. അപ്പോൾ ഇനി നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇനി ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് സോസ് പാൻ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് കടായിൽ ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ഫ്രൈ പാനിൽ ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയൊരു തിന്നായിട്ട് ഉണ്ടാവുക, പക്ഷേ നല്ല രസം ഉണ്ടാവും കഴിക്കാൻ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നെയ്യ് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കതെടുത്ത് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അതുകൂടി ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ബ്രെഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക, കാരണം നമ്മളിത് ഡയറക്റ്റ് കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാന് അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം അതിൻ്റെ മേലയിൽ ഈ തവ വെച്ച് കൊടുക്കുകയാണ്, ഈ സോസ് പാൻ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ബാക്കി കുക്ക് ചെയ്തെടുക്കുന്നത്. തീ കൂട്ടി വെച്ച് ചെയ്യരുത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് എനിക്ക് ഏകദേശം ഒരു 20-25 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ടി കുറഞ്ഞ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും സമയം വേണ്ടി വരില്ല. അപ്പോൾ ടൈം മെയിനായിട്ട് നോക്കേണ്ട കാര്യമില്ല, കാരണം നമ്മളിത് ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് മേലെ ഒന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് മേലെ അങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. ചെറിയൊരു വേവ് കുറവ് പോലെ തോന്നും, പക്ഷെ കുഴപ്പമില്ല. ഇനി നമുക്കിതൊരു വേറൊരു പാനിൽ തിരിച്ചിട്ട് കൊടുക്കാം. അടിഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാനിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ആക്കിയതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിനൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുത്താൽ മതി, ഒന്ന് മുരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ചൂടാറിയതിന് ശേഷം വേണമെങ്കിൽ സെർവ് ചെയ്യാം. നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാറുന്നതാണ് നല്ലത്.
അപ്പോൾ നമുക്ക് കേക്ക് പോലെ തന്നെ നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കുട്ടീസൊന്നും കണ്ടു കഴിഞ്ഞാൽ വിടുകയില്ല, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക, അതുപോലെ പുറം ഭാഗം ചെറുതായിട്ട് മൊരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളൂടെ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.